പിന്നെ ഫഹദേ, ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞ പോലെ അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. അപ്പൊ വേഗം വരികട്ടോ എല്ലാരും. നമ്മള് കുത്തിരെ പോലെ ഞങ്ങള് കുത്തും എന്തായാലും. ആണുങ്ങൾ ആരോ ഈ ഗ്രൂപ്പിലുണ്ട്. വേഗം കൂട്ടത്തില് ഇത് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. ഏട്ടാ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഒരേ ഇങ്ങോട്ട് വന്നത്. പിന്നെ എടാ ഇനി ഇവരൊന്നും ഇല്ല വെച്ചത് 2 ദിവസം കഴിയട്ടെ. അത് മാത്രമല്ല, കോഴിക്കോട് 2 സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടാകുന്നു. ആ സംഘർഷത്തിൽ നിരപരാധിയായിട്ടുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 15 വയസ്സു മാത്രം പ്രായമുള്ള ഷഹബാസ് എന്ന കുട്ടി മരണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ അതിക്രൂരമായി ഒരു വിഭാഗം കുട്ടികൾ ആക്രമിക്കുന്നു. ആ ആക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷഹബാസ് പിന്നീട് വീട്ടിലെത്തി ക്ഷീണിതനായി കിടക്കുകയും രക്തം ഛർദ്ദിക്കുകയും ബോധക്ഷയം സംഭവിക്കുകയും ചെയ്തതിന് പിന്നാലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോയി ഇന്ന് പുലർച്ചെ 12:30 ഷഹബാസ് മരണപ്പെടുകയും ചെയ്യുന്നു. ഷഹബാസിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് തലയോട്ടിക്ക് ഗുരുതരമായിട്ടുള്ള പരിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വലത് ചെവിയുടെ മുകൾ ഭാഗത്തുള്ള തലയോട്ടിക്കാണ് ഗുരുതരമായിട്ടുള്ള ചതവ് സംഭവിച്ചിട്ടുള്ളത് എന്നും അതാണ് മരണകാരണമാണ് എന്നുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഗുരുതരമായ രീതിയിലാണ് ഷഹബാസിനെ ആക്രമിച്ചത് എന്നുള്ളത്. നഞ്ചക്ക് ഉപയോഗിച്ചിട്ടാണ് ആക്രമിച്ചത്. ഇവിടെ ഒരു ട്യൂഷൻ സെന്റർ ഉണ്ടായിരുന്നു. ഈ ട്യൂഷൻ സെന്ററിൽ പ്രധാനമായും 2 സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ഒന്ന് താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ, മറ്റൊന്ന് MJHSSലെ വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ഇവിടെ 10ാം ക്ലാസ് കുട്ടികൾക്ക് യാത്രയയപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സംഘർഷം ഉണ്ടാകുന്നത്. എന്നാൽ ഈ മരണപ്പെട്ട ഷഹബാസ് ഈ ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥിയായിരുന്നില്ല, ഒരു സുഹൃത്തിന്റെ കൂടെ അവിടെ പോയതാണ്. അവിടെ നിന്നാണ് നഞ്ചക്ക് പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഷഹബാസിനെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നത്. ഈ കൊലപാതകത്തെക്കാൾ കൂടുതൽ ഞെട്ടിപ്പിക്കുന്നത് എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് വോയിസിൽ ഈ ആക്രമിച്ച വിദ്യാർത്ഥികൾ പങ്കുവെച്ച ശബ്ദ സന്ദേശങ്ങൾ തന്നെയാണ്. അതായത് ഷഹബാസ് മരണപ്പെടുന്നതിന് മുമ്പും ഷഹബാസ് മരണപ്പെട്ടതിന് ശേഷവും ഇവർ നടത്തിയ ശബ്ദ സംഭാഷണം വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. അതിലൊരാൾ പറയുന്നത്, അതിലൊരു കുട്ടി പറയുന്നത്, ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊന്നിരിക്കും, ആൾക്കൂട്ടമായി കൊന്നാൽ കേസെടുക്കില്ല എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഇൻസ്റ്റാഗ്രാമിലെ ഗ്രൂപ്പ് ചാറ്റ് വോയിസിൽ പറയുന്നത്. അതിൽ തന്നെ ഈ സംഭവം എത്രത്തോളം ഗുരുതരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം ഈ കൊല്ലപ്പെട്ട ഷഹബാസ് എന്ന് പറയുന്നത് പഠിക്കാൻ മിടുക്കനായിരുന്നു. അദ്ദേഹം പരീക്ഷ എഴുതാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. അദ്ദേഹത്തെ പറ്റി അധ്യാപകരൊക്കെ പറയുന്നത് വളരെ മികച്ചൊരു കുട്ടിയാണ്, ഇത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങൾക്കൊന്നും പോകാതെ വളരെ ഡീസൻ്റായി വളരെ മാന്യമായി നടക്കുന്ന യാതൊരു അലമ്പിനും പോകാത്ത നല്ലൊരു കുട്ടിയാണ് ഷഹബാസ് എന്നുള്ളതാണ്. ഏതായാലും ഈ ശബ്ദ സന്ദേശം മലയാളികളെ സംബന്ധിച്ച് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഇത്തരത്തിൽ പരസ്യമായി ഒരു ഇൻസ്റ്റാഗ്രാമിലെ ഗ്രൂപ്പ് ചാറ്റിൽ പരസ്യമായി കൊലവിളി നടത്തുമ്പോൾ എവിടെയായി പോയി നമ്മുടെ നാടിൻ്റെ സമാധാന അന്തരീക്ഷം എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.